ഒരു തെളിവ് തരാം. വചനത്തിൽ നിന്ന് മിസ്രയീമിൽ 430 വർഷം ഇവർ പാർത്തു. ഇസ്രയേൽ ഒറ്റ ദിവസം പോലും ആരാധിച്ചെന്ന് വാക്യമല്ല, ശാപ്പാട് കഴിച്ചെന്ന് വാക്യമുണ്ട്. കഴിച്ചതിൻ്റെ ലിസ്റ്റും അത് നിങ്ങൾ പറഞ്ഞു. ഞങ്ങൾ മിസ്രയീമിൽ ഇറച്ചിക്കലത്തിൻ്റെ അടുക്കല 16:2 വായിച്ചേ. പുറപ്പാട് പെട്ടെന്ന് വായിച്ചു അടികടാന്ന് വായിച്ചു. ആ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളുടെ സംഘമൊക്കെയും പിന്നെ മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. ഇസ്രായേൽ മക്കൾ അവരോട്, ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കലിരിക്കുകയും. ഇറച്ചിക്കലത്തിന്റെ ആരാധിച്ചൊന്നൊന്നും അല്ല, ഇറച്ചിക്കലത്തിന്റെ അടുക്കലിരിക്കുകയും. സഭായം നടക്കുമ്പോഴും അല്ലെ മാസയോഗത്തിനും ആരാധിക്കാത്ത ആൾക്കാരുണ്ട്. ഒരു ജോലി ഇല്ലേലും ചുമ്മാ അവിടെ പോയി മണം പിടിച്ച് നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. എവിടാന്ന് എന്നോട് ചോദിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് വന്ന ആൾക്കാർക്ക് റിപ്പോർട്ടും കൊടുക്കും, ഇന്നതാന്ന്. ഇറച്ചിക്കലത്തിന്റെ അടുക്കലിരിക്കുകയും പിന്നെ തൃപ്തിയാകും വണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്ത് മതി. അപ്പൊ കടിച്ചെന്നാ തെളിഞ്ഞത്. 11:4 വായിച്ച സംഖ്യ കടിച്ചത് എന്നാന്ന് അവിടെ ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. സംഖ്യാപുസ്തകം 11:4. പെട്ടെന്ന്. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി. ദൈവദാസന്റെ പേരെന്തുവാ? പ്രീനു. അഭിനന്ദിക്കുന്നു. പെട്ടെന്ന് വായിച്ചു തരുന്നതിന് ഒത്തിരി സന്തോഷമുണ്ട്, നന്ദി. ഇവർ തന്നെയായിരുന്നേ ഞാൻ പരുവക്കേടായി പോയാന്. അപ്പം വായിച്ചു തരുന്നതിന് ഒത്തിരി നന്ദി. ഇതെല്ലാം തമിഴ് ബൈബിളാണ്, അതുകൊണ്ടായി പരുവക്കേടാന്ന് പറഞ്ഞ്. അവർ വായിക്കുകയും ചെയ്യും, എനിക്ക് മനസ്സിലാകുകയില്ല. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ നന്നായിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വായിച്ചോ 11:4. സമ്മിശ്ര ജാതി, പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി മുഴുവൻ ദുരാഗ്രഹികളായി ഇസ്രായേൽ മക്കളും വീണ്ടും കരഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും? ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള ലിസ്റ്റ്. മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചുറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഉള്ളി തന്നെ ഏതൊക്കെ ടൈപ്പാ? ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്ന് പറഞ്ഞ വെങ്കായം അതേതാ? ചെറുത്. പിന്നെ വെളുത്തുള്ളി, പിന്നെ സവാള. 3 ഉള്ളി തിന്നുവൻ്റെ എല്ലാം ഊപ്പാട് വന്നതാ. ആരാധിച്ചെന്ന് ഒറ്റ വാക്യമില്ല. ഒറ്റ ഒരുത്തനെ ആരാധിക്കാൻ കിട്ടുകയില്ല. ഉള്ളി തിന്നാൻ ഇവനെല്ലാം മുന്നില്ല. ഉള്ളി അടിച്ചെല്ലാം ഈ പരുവത്തിലായി. ആരാധിക്കാൻ ഒറ്റ ഒരുത്തനെ കിട്ടുന്നില്ല. ഇവനൊന്നും ആരാധിച്ചെന്ന് ഒറ്റ വാക്യമില്ല. അപ്പോൾ ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുമന്നുള്ളി, ചിറ്റുള്ളി ഇത് ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴും ഞങ്ങളുടെ പ്രാണൻ വിശപ്പ് കൊണ്ട് പൊരിഞ്ഞിരിക്കുന്നു. ഈ മന്നയല്ലാതെ ഇവിടെ ഒന്നും ഇല്ല. അങ്ങനെ ഇവർ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ദൈവം തമ്പുരാൻ അഗ്നിസർപ്പത്തെ അയച്ച കാര്യമൊക്കെ അറിയാൻ വിവരിക്കുന്നില്ല. അപ്പോൾ ഈ മിസ്രയീമിൽ ഇവര് പാർത്തപ്പോൾ ആരാധിച്ചെന്ന് ഒറ്റ വാക്യമില്ല, ശാപ്പാട് കഴിച്ചെന്നുണ്ട്. അതും കഴിച്ചത് ഒരു പദമുണ്ട്, വില കൂടാതെ. കാശ് മുടക്കി അന്നും ഒന്നും ചെയ്യത്തില്ല. തമിഴ്നാട്ടിലെ ഇവിടുത്തെ രീതി അറിയത്തില്ല. അവിടോട്ടൊക്കെ ചെന്നാൽ ചിലര് വീട്ടിൽ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കുകയില്ല, പക്ഷെ ഒറ്റ കല്യാണം വിടുകയില്ല. വീട്ടിലുണ്ടാക്കത്തില്ല, വീട്ടിലങ്ങ് പഥ്യമാണ്. എനിക്ക് ഒത്തിരി പേരെ അറിയാം, വീട്ടിൽ പഥ്യമാണ്. പക്ഷേ മാപ്പിളയും പെമ്മളയും കൂടെ രാവിലെ കാറുമായിട്ട് ഇറങ്ങും കല്യാണത്തിന്. അവരൊന്ന് വിളിച്ചതേ ഉള്ളൂ, വരണേന്ന് ഒന്ന് പറഞ്ഞു പോയി. രണ്ടും കൂടെ ഇറങ്ങി നേരത്തെ അവിടെ 8:30 ആകുമ്പോഴേ അവിടെ ചെന്നിപ്പോൾ അവിടുത്തെ രീതിയൊക്കെ അങ്ങനെ. ഈ വറുത്തതൊക്കെ ഒത്തിരി ഉണ്ട്. ജ്യൂസുകളാന്നേ പല ടൈപ്പ്, അവരുടെ പ്രൗഢി അനുസരിച്ച്. രണ്ടും കൂടെ നിന്ന് ഇല്ല കാട് കുടിക്കും പോലെ നിന്നങ്ങ്. എന്നാലും ഞാൻ 2 കണ്ട്. ഈ 2 വീട്ടിൽ ഒരു ചൊവ്വിന്, ഒരു നേരം ചൊവ്വിന് ഒരു കൂട്ടാനുണ്ടാക്കുവോ ഭക്ഷണം ഉണ്ടാക്കുവോ ഒന്നും തമാശ ഒന്നും അല്ല പറഞ്ഞേ. അത് ആദ്യത്തെ എടുപ്പാ. അത് കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിഞ്ഞ് വീണ്ടും ഉണ്ട്. അപ്പം ഞാൻ നോക്കി തള്ള പോകാൻ നേരത്ത് ബാഗിനകത്ത് ആപ്പിളും ഓറഞ്ചും എല്ലാം പിന്നെയും കുത്തു നിറയ്ക്കുന്നു. ഈ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ടുണ്ട് ഓരോരുത്തരുടെ പ്രൗഢി അനുസരിച്ച. പോയ പോക്കിന് എന്നിട്ട് സിബിടാൻ മേല എന്തോ ഒരു അക്രമം പിടിച്ചതൊക്കെയാണ്. അല്ല, വില കൂടാതെ തിന്നിട്ടില്ല, കാശ് മുടക്കില്ലല്ലോ. വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ. അപ്പൊ ഇവര് മിസ്രയീമിൽ ആരാധിച്ചെന്ന് വാക്യമില്ല, ശാപ്പാടടിച്ചെന്ന് വാക്യമുണ്ട്. പിന്നെ എപ്പോഴാണ് ആരാധിച്ചത്? ഒറ്റ വാക്യം പറയാം. ആരാധിച്ചത് എപ്പോഴാന്ന് പറയാം. ആബീമ മാസം 1 മുതൽ മാസത്തിന്റെ ആരംഭമായിരിക്കണം. 10-ാം തീയതി ഒരു ആട്ടുകുട്ടിയെ തിരഞ്ഞെടുക്കണം. 1 വയസ്സ് പ്രായമുള്ളത് ഊനമില്ലാത്തതുമാണമായിരിക്കണം. അതിനെ 14-ാം തീയതി സന്ധ്യാസമയത്ത് അറുത്ത് അതിന്റെ രക്തം ഒരു കിണ്ണത്തിനെടുത്ത് ഈസോപ്പ് ചെടിയുടെ കെട്ടെടുത്ത് കിണ്ണത്തിമുക്ക് കട്ടളക്കാർ 2 കുറുമടി മേലെ പുരട്ടി അത് രക്ഷാനിർണയത്തെ കാണിക്കുന്നതാണ്.
നമ്മുടെ പെസഹ കുഞ്ഞാട് മറക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ. അത് യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണത്തിന് നടല എന്ന് പറഞ്ഞാൽ ഇവർ രക്ഷിക്കപ്പെട്ടു. രണ്ട്, രക്ഷിക്കപ്പെട്ടവർ അവിടെ നിന്നില്ല, മിസ്രയീം വിട്ടു. പലരും രക്ഷിക്കപ്പെട്ടിട്ട് പിന്നെ പെട്ട് കിടക്കുക, വിടുകയല്ല. രക്ഷിക്കപ്പെട്ടതാണോ പിന്നെ വിട്ടോ? വിട്ടില്ല, പെട്ടു, പെട്ടവിടെ കിടക്കുക. ശരിക്കും മാനസാന്തരപ്പെട്ടതാണെങ്കിൽ, രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ നീ മിസ്രയീം വിടും. ഒരു കുളമ്പ് പോലും മിസ്രയീമിൽ കിടക്കല്ല. സകലത്തിനെ അടിച്ച് തൂത്താ ഇവർ കൊണ്ടുവന്ന് മിസ്രയീം ഇങ്ങോട്ട് പോന്നപ്പോഴേ സാറ് ഒരു വരി കെടുതി മുഴുവൻ ഇഞ്ഞ് കൊണ്ടുപോകണമെന്നാ ഇവർ ചോദിച്ചതെല്ലാം അവർ കൊടുക്കുകയും ചെയ്തു. കാരണം അവിടെ ചവട കടന്നുകൊണ്ടിരിക്കുക. എവിടെ മിസ്രയീമിലെ പാട്ടൊന്നും ഇപ്പം ഞാൻ പാടുന്നില്ല. പിന്നെ ഇവര് കുഞ്ഞാടിനെ അറുത്ത് ചോരത്തല ആചരിച്ച് ഇസ്രായേൽ മക്കളെ ജയത്തിന്റെ പാട്ട് പാടി ഇങ്ങോട്ട് പോരുക. നമ്മൾ പാടുന്ന പാട്ട് ഏതാ? ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൽ കൂടാരത്തിൽ എന്നും പുതുഗീതം, സേനയിൽ വീരനായി അഭയം താനവർ സേനയിൽ വീരനായി അഭയം താനവർക്കെത്തുമേ. പാതാളമേ മരണമേ നിന്നോട് ജയമേവിടെ, ഓട്ടകൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു. അപ്പൊ ശ്രദ്ധിക്കുക, കുഞ്ഞാടിനെ അറുത്ത് ചോരത്തലി ആചരിച്ചു. അർദ്ധരാത്രിയിൽ സംഹാരദൂതൻ താണ്ഡവമാടാൻ വന്നപ്പോൾ ചോരത്തലി ആചരിച്ചൊരു ഒറ്റ കുടുംബത്തിൽ കയറിയില്ല. അവിടുത്തെ ഒറ്റ പിള്ളേരും ചത്തില്ല, ഒരു കുളമ്പ് പോലും പട്ടുപോയില്ല. എന്നാൽ ചോരത്തലി ആചരിക്കാതെ മറുത്തു മത്സരിച്ച കുടുംബത്തിനകത്തോട്ട് സംഹാരദൂതൻ കയറി. ആദിയാന്നന്മാർ പടപെട്ടാന്നാ താഴെ വീഴുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേൽ മക്കളുടെ പിറ്റേന്ന് ഈ പാട്ടുമൊക്കെ പാടി, എൻ്റെ ഭാഷ ഈ ഇസ്രായേലും മിസ്രയീമിനെ തരം തിരിച്ച് പറയാം. ഇസ്രായേൽ രാവിലെ പാട്ട് പാടി ഏതാ? ജയത്തിൻ ഘോഷം. എന്നിട്ട് വാക്യമൊക്കെ പറഞ്ഞു, ഒരനർത്ഥം നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ. അതാണ് അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞു പോരുന്നത്. പാട്ടുമൊക്കെ ഇതാ. അന്നേരം അപ്പുറത്തുകാര് 90 സങ്കീർത്തനമാണ്. താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു, പർവ്വതങ്ങളുണ്ടായതിനും. 90 അവിടെ, ഇവിടെ 91. അവിടുത്തെ പാട്ട് ഇതാ: മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ നീ. അറിയാൻ മേലാണ്ടാന്ന് പേടിച്ച് പാടാത്താണോ? മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. തവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ. ഇതാണ് അവിടെ. അപ്പൊ ഇവിടെ ഏതാണെന്നറിയാമോ? ചോരത്തിൽ ആചരിച്ചവരുടെ അവര് 91. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലും കീഴി പാർക്കുകയും ചെയ്യുന്നവൻ. അതാ ഇവിടെ. സ്തോത്രം. അപ്പൊ ഈ അടക്കം നടക്കുന്നത് കൊണ്ട്, കാരണം അടക്കാൻ വലിയ വലിയ പുള്ളിക്കാരൊക്കെയാണ് വരുന്നത്. പറവോൻ വരെ മരിച്ചിരിക്കുക. പറവോന്റെ വീട്ടിൽ തന്നെ പിന്നെ വെടിമരണങ്ങൾ, പറവോ സ്ഥാനപ്പേരാ, അവിടെ എല്ലാം മരണം നടന്നിരിക്കുക. അപ്പൊ അവിടുത്തുകാരെ അടക്കാൻ മെയിൻ ആള് വരണം. മെയിൻ ആള് വന്നാലേ അവിടുത്തുകാരെ അടങ്ങൂ. അപ്പൊ അതുകൊണ്ട് ഇവർ അടക്കത്തിന്റെ ഈ എപ്രാളവും പരവേശം കാരണം ചോദിച്ചതെല്ലാം ഇതുങ്ങൾ കൊടുത്തു. വല്ലച്ചാതി പൊക്കോട്ടെന്ന് ഓർത്തു. അപ്പൊ ഈ മിസ്രയീമിര് അടക്കത്തിനുള്ള ക്രമീകരണമാണ്. നരണൻ രാജനെയൊക്കെ വിളിച്ച് പന്തലുമൊക്കെ ഇട്ട് കറുത്ത ഇതെല്ലാം നോക്കി. സ്തോത്രം. വലിയ പ്രശ്നങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ അപ്പൊ ഇസ്രായേൽ മക്കള് ജയത്തിന്റെ പാട്ട് പാടി ഇവര് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാ. അവിടെ അടക്കം നടക്കുക. വായിച്ചേ 33-ാം അധ്യായത്തിന്റെ 1-2 വായിച്ചേ. സംഖ്യാപുസ്തകം 33-ാം അധ്യായത്തിന്റെ 1-2 പെട്ടെന്ന് വായിരും.
മോശയുടെയും അഹരോന്റെയും കൈക്കീഴിൽ ഗണം ഗണമായി മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കളുടെ പ്രയാണങ്ങളാവിത്. ഇസ്രായേൽ മക്കളുടെ പ്രയാണങ്ങളാവിത്. അടുത്തത് മോശ യഹോവയുടെ കൽപ്പന പ്രകാരം അവരുടെ പ്രയാണക്രമത്തിൽ അവരുടെ താവളങ്ങൾ എഴുതി വെച്ചു. അടുത്തത് താവളം താവളമായി അവർ ചെയ്ത പ്രയാണങ്ങൾ. ഒന്നാം മാസം 15-ാം തീയതി അവർ രമസേസിൽ നിന്ന് പുറപ്പെട്ടു. ഇവർ 15-ാം തീയതി പുറപ്പെട്ടു. 14-ാം തീയതി ചോരത്തിൽ യാചരിച്ചു. അടുത്ത വാക്യം, മിസ്രൈമ്യരോ യഹോവ തങ്ങളുടെ ഇടയിൽ സംഹരിച്ച കടിഞ്ഞൂലുകളെയെല്ലാം കുഴിച്ചിടുകയായിരുന്നു. അവിടെ ശവോടക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ജയത്തിന്റെ പാട്ട്. ചുരുക്കി പറഞ്ഞാൽ ആ ഭാഗം അധികം വിവരിക്കുന്നില്ല. ഇവർ ഒടുവിൽ ചെങ്കടൽ കടന്നു. ചെങ്കടൽ കടന്ന് അക്കരെ കയറിയപ്പോൾ പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 1 മുതൽ 15-ന്റെ 19 വരെ സഹോദരന്മാര് പാട്ടുപാടി. 20-ാമത്തെ വാക്യത്തിൽ മിരിയാം കയ്യിൽ തപ്പെടുത്ത് നൃത്തം ചെയ്ത് പാട്ടുപാടി. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തെ ആരാധിച്ചു. എപ്പോഴാണെന്നറിയാമോ? ചെങ്കടൽ കടന്നപ്പോഴാണ് ദൈവത്തെ ആരാധിച്ചത്. അപ്പൊ ഞാൻ ആ പറഞ്ഞ പോയിന്റ് വരെ, ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. ആരാണ് ആരാധിക്കേണ്ടത്? ഒറ്റ വാക്ക് പറഞ്ഞ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മറുകര കയറിയവര് വേണം ദൈവത്തെ ആരാധിക്കാൻ. ആരാധനയിൽ ദൈവം പ്രസാദിക്കും. അപ്പോൾ 4-5 അധ്യായം വെളിപ്പാട് പുസ്തകം സ്വർഗത്തിലെ ആരാധനയാ. 6-ാം അധ്യായം മുദ്ര പൊട്ടിക്കുന്ന വിഷയമാണ്. 7 മുദ്രയുണ്ട്. അതിൽ 6-ാമത്തെ അധ്യായത്തിൽ 6 മുദ്ര പൊട്ടിക്കുന്നു. 7-ാം അധ്യായത്തിൽ 144,000 പേർക്ക് മുദ്രയിടുന്നു. 8-ാം അധ്യായത്തിൽ 7-ാം മുദ്ര പൊട്ടിക്കുകയും കാഹളങ്ങൾ മീട്ടുന്നു. 9-ാം അധ്യായത്തിൽ യൂഫ്രട്ടീസ് നദീതീരത്ത് ബന്ധിച്ച ദൂതനെ അടിച്ചുവിടുകയാ. 10-ാം അധ്യായത്തിൽ ചെറുപുസ്തകം വാങ്ങി ഭക്ഷിക്കുന്നു. 11-ാം അധ്യായം 2 സാക്ഷി. 12 മുമ്പേ വായിച്ചു സൂര്യധാരണ സ്ത്രീയെ. 13-ാം അധ്യായം മൃഗം കയറി വരുന്നു. 14-ാം അധ്യായം 144,000 പേര് സിയോൻ മലയിൽ. 15-ാം അധ്യായം മോശയുടെ പാട്ട്, കുഞ്ഞാടിന്റെ പാട്ടും പാടി വീണ പിടിച്ച് വൈദികന്മാർ പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുന്നു. 16-ാം അധ്യായത്തിൽ 7 ക്രോധകലശം ഭൂമിയിലൊഴിക്കുന്നു. 17-ാം അധ്യായം യെഹൂദക്രിസ്തുവിന്റെ മണവാട്ടി. 18-ാം അധ്യായം വാണിജ്യ ബാബിലുണ്ട് അധപ്പതനം. 19-ാം അധ്യായം കുഞ്ഞാടിന്റെ കല്യാണം. 20-ാം അധ്യായം 1000 ആണ്ട് വാഴ്ച. 21-ാം അധ്യായം പുതിയ യെരൂശലേം. 22 നിത്യത. ഇങ്ങനെയാണ് സാധാരണ ഓടിച്ചു പറയുന്നത്. നമ്മൾ ഇന്ന് രാത്രി 3-ാം അധ്യായത്തിന്റെ 20 വായിച്ച. പെട്ടെന്ന് പറഞ്ഞു നിർത്ത. 3-ന്റെ 20 ദൈവദാസനെ ഒന്നുകൂടെ ആ പദം ഒന്ന് വായിച്ചേര്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ഇന്ന് രാത്രി അല്പസമയങ്ങൾ ഓർമ്മിപ്പാനുള്ളത്, ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് ഇന്ന് രാത്രി മുട്ടുന്നുണ്ട്. വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരാണ് വാതിൽക്കൽ നിന്ന് മുട്ടുന്നത്? യേശു ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടുക. ഈ ഓരോ സഭയോടും ദൂത് പറയുമ്പോൾ ദൂതിന് ചില അടിസ്ഥാന തത്വങ്ങൾ, അതെല്ലാം ഞാൻ പറയുന്നില്ല. 7 സഭയ്ക്കാ ദൂത്. ഓരോ സഭയോടും ദൈവം ദൂത് പറയുമ്പോൾ അതിന് അടിസ്ഥാന പ്രമാണം: 1, കർത്താവ് സഭയ്ക്ക് തന്നെ ഒന്ന് പരിചയപ്പെടുത്തും. 2, അഭിനന്ദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഭിനന്ദിക്കും. 3, ആക്ഷേപിക്കാൻ വല്ലതുമുണ്ടെങ്കിൽ ആക്ഷേപിക്കും. 4, അവരെ നന്നായിട്ട് വിവേചിക്കും. 5, അവർക്ക് പ്രബോധനം കൊടുക്കും. 6, അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കും. 7, പ്രതിഫലം വല്ലതും ഉണ്ടെങ്കിൽ അതും കർത്താവ് പറയും. എല്ലാം എടുക്കാൻ നേരമില്ല. പരിചയപ്പെടുത്തിയത് മാത്രം വായിക്കാം. 3-ന്റെ 14 കർത്താവ് ലവോദിക്ക സഭയ്ക്ക് തന്നെ ഒന്ന് പരിചയപ്പെടുത്തിയത്. മുമ്പേ വായിച്ച പദത്തോട് ചേർത്ത 3:14. ലവോദിക്ക സഭയിലെ ദൂതൻ എഴുതുക: വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി എന്ന് പറഞ്ഞാൽ, അല്ലയോ ലവോദിക്ക സഭയെ, നിങ്ങളോട് ദൂത് പറയുന്ന ഞാൻ വിശ്വസ്തനായ ദൈവമാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യ ദൈവമക്കളോട് പറയാ, നിന്നെ രക്ഷിച്ച ദൈവം വിശ്വസ്തനാ. നിന്നെ വിടുവിച്ച ദൈവം വിശ്വസ്തനാ. നമുക്ക് വേണ്ടി രക്തം ചീന്തിയ കർത്താവ് വിശ്വസ്തനാ. അവിടെ നിന്ന് അരുളി ചെയ്ത്, ഞാനോ ലോകാവസാനത്തുള്ള എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത നമ്മുടെ ദൈവം വിശ്വസ്തനാ. ആകാശവും ഭൂമിയും ഒക്കെ മാറിപ്പോകും. ദൈവത്തിന്റെ വചനങ്ങൾക്കും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് ഒരു മാറ്റവും വരത്തില്ല. ദൈവം വിശ്വസ്തൻ. അവിടുന്ന് വാക്ക് പറഞ്ഞാൽ മാറാത്തവനാ. ദൈവത്തിന്റെ മകത്ത് വിവരിക്കുന്നില്ല. കാരണം ഇവിടെ ആരും വിശ്വസ്തരല്ല. എല്ലാവരും ഒന്നല്ല, ആരും വിശ്വസ്തരല്ല. മാതാപിതാക്കൾ എല്ലാവരും ഒന്നും വിശ്വസ്തരല്ല. മക്കളും എല്ലാവരും വിശ്വസ്തരല്ല. സ്നേഹിതരും സഹോദരങ്ങളും ചാർച്ചക്കാരും എല്ലാവരും വിശ്വസ്തരല്ല. മുമ്പേ പറഞ്ഞതുപോലെ അവസരം കിട്ടുമ്പോൾ എല്ലാവരും തള്ളിപ്പറയും, ഒറ്റപ്പെടുത്തും. പക്ഷേ നമുക്ക് വേണ്ടി രക്തം ചീന്തി വീണ്ടെടുത്ത ദൈവം വിശ്വസ്തനാ. സഭയ്ക്ക് തന്നെ ഒന്ന് പരിചയപ്പെടുത്തുക. വിശ്വസ്ത സാക്ഷി. ഞാൻ അധികം വിവരിക്കുന്നില്ല, സമയം പോകുന്നല്ലോ. വാതിക്കൽ നിന്ന് മുട്ടുന്നു. വാതിക്കൽ എന്തൊക്കെയുണ്ട്? അതാണ് നമ്മുടെ ഒരു ചെറിയ വിഷയം. വാതിക്കൽ എന്തൊക്കെയുണ്ട് എടുത്തു വായിപ്പിക്കാൻ സമയം കളയുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 7 വായിക്കുന്നത്, പാപം നിന്റെ വാതിക്കൽ കിടക്കും. അപ്പോൾ വാതിക്കൽ എന്തുണ്ട്? 1, പാപം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ,
ആ വാതിക്കൽ പാപം കിടക്കുക. ദാവീദൊക്കെ പാടിയല്ലോ, അകൃത്യത്തിൽ എൻ്റെ അമ്മ എന്നെ പാപത്തിൽ ഗർഭം ധരിച്ചു, അകൃത്യത്തിൽ ഉരുവായി. അപ്പോൾ ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. ഇന്ന് രാത്രി അതുകൊണ്ട് ഒരു കാര്യം പറയാ, സകല മനുഷ്യരും പാപികളാ. ആ പാപം നിന്റെ വാതൊക്കെ കിടക്കുന്നു. എന്താ പാപം? അനുസരണക്കേടാ, കൽപ്പന ലംഘനമാ. ഇന്ന് രാത്രി ആ പാപം വാതുക്കൽ നിൽക്കുക, വാതുക്കെ കിടക്കുന്നു. ഈ രാത്രി ആ പാപത്തെ ജയിച്ച് കീഴ്പ്പെടുത്തണം. പാപത്തിൽ നിന്ന് എങ്ങനെ മോചനം നേടാം? യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ. എല്ലാവരും പാപികളായതുകൊണ്ട് പാപികളായ മനുഷ്യനെ സ്നേഹിച്ച് പാപമില്ലാത്ത പരിശുദ്ധനായ ദൈവം ജഡാവതാരമെടുത്ത് ഈ ഭൂമിയിൽ വന്ന് കന്യാ സൂനുമായി അവതരിച്ച് നാടങ്ങ് നന്മ സുവിശേഷിച്ച് മരിച്ചവരെ ഉയർപ്പിച്ച് രോഗികളെ സൗഖ്യമാക്കി. ഒടുവിൽ കൊരിന്ത്യലേഖനം 15 പറയുമ്പോൾ തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് മരിച്ചു, അവൻ തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് അവൻ അത് ഉയർത്തു. ഇന്നും തിരുവെടുത്ത് പറഞ്ഞ പോലെ ജീവിച്ചു തിരുവെടുത്ത് പോലെ തിരിച്ചു വരും. ഇന്ന് രാത്രി ആ യേശുവിൽ വിശ്വസിച്ച് യേശുവിന്റെ രക്തത്താൽ പാപങ്ങളുടെ മേൽ ജയവും വിടുതലും എടുക്കണം. അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളും പോക്ക് നമ്മെ ശുദ്ധീകരിക്കും. നിങ്ങളുടെ അകൃത്യങ്ങൾ രക്താംബരം പോലെ ഇരുന്നാലും കടുചുമപ്പായിരുന്നാലും അത് ഹിമം പോലെ പഞ്ഞു പോലെ വെളുപ്പിക്കുവാൻ പര്യാപ്തമായ പരിശുദ്ധ രക്തമാണ് യേശുവിന്റെ രക്തം. ഇന്ന് രാത്രി ആ രക്തത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുക. ഈ രക്തത്തിന്റെ വിശേഷത പുണ്യാക രക്തമാ, വിലയേറിയ രക്തമാ. ഇത് സംസാരിക്കുന്ന രക്തമാ, ഗുണകരമായി സംസാരിക്കുന്ന രക്തം. ഹാബേലിന്റെ രക്തത്തെക്കാലം ഗുണകരമായി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം മാത്രമാണോ ആട്ടുകൊറ്റന്മാരുടെ കാലക്കടാക്കളുടെ രക്തം മലിനപ്പെട്ട മെത്തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ നമ്മളെ സജ്ജരാക്കി തീർത്തു. ഈ രക്തം വിലയേറിയ രക്തമാണ്. വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഈ രക്തം നമുക്ക് ജയം തരുന്ന രക്തമാണ്. ജയം തരുന്ന രക്തമാകയാൽ ആ രക്തത്താൽ വാതുക്കെ കിടക്കുന്ന പാപത്തെ പരാജയപ്പെടുത്തി അതിൻ്റെ മേൽ ജയമെടുക്കണം. പാപമോചനത്തിന് ഒറ്റ മാർഗം, ഒറ്റ വഴി, യേശുവിന്റെ പരിശുദ്ധ രക്തം. ഇന്ന് രാത്രി ആ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടണം. ഒറ്റ വാക്ക് പ്രാർത്ഥിക്കരുത്. യേശുവേ, ഞാനൊരു പാപിയാ, സമ്മതിക്കുന്നു. എൻ്റെ പാപത്തെ അവിടുന്ന് ക്ഷമിക്കണം, എൻ്റെ ഹൃദയത്തിലേക്ക് വരണം. അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് ഇന്ന് രാത്രി എന്നെ കഴുകണം, എന്നെ അവിടുത്തെ മകനാക്കി മകളാക്കി തീർക്കണമെന്ന് ഈ രാത്രി ആര് പ്രാർത്ഥിക്കും അവരെ യേശു രക്ഷിക്കും. വാതിക്കൽ നിന്ന് മുട്ടുന്നു. അപ്പൊ ഒന്ന്, വാതിക്കൽ പാപം കിടക്കുന്നു, അതിനെ ജയിക്കണം. എങ്ങനെ ജയിക്കാം? ജയം തരുന്ന യേശുവിന്റെ രക്തത്താൽ. മറ്റു യാതൊരു മാർഗം കൊണ്ട് പാപത്തിന് മോചനമില്ല. ഈ രക്തം ജയം തരുന്ന രക്തമാണ്. ആ രക്തത്താൽ വാതിക്കൽ കിടക്കുന്ന പാപത്തെ നമുക്ക് ജയിക്കാം. 2, വാതിക്കൽ മുമ്പേ വായിച്ച വാക്യമാ, എടുത്തു വായിപ്പിക്കുന്നില്ല. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം പഠിക്കുമ്പോൾ സംഹാരകൻ വാതിക്കലുണ്ട്. സംഹാരകൻ വാതിക്കലുണ്ട്. സംഹാരകൻ വാതിക്കൽ വരുന്നത് ആദിയാതന്മാരെ തകർത്ത് കളയാനാ. എന്നാൽ ഇന്ന് രാത്രി ആ സംഹാര ബാധയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? 91-ാം സങ്കീർത്തനം ഞാൻ ഓർപ്പിച്ചല്ലോ. അത്യുന്നതന്റെ മറവിലും സർവശക്തന്റെ നെടിലും കെടി പാർക്കുന്ന ദൈവ പൈതലിന് ഒരു ബാധയും ഏൽക്കുകയില്ല. നിന്റെ വാതിക്കൽ സംഹാരദൂതനുണ്ട്. ആ സംഹാരദൂതനിൽ നിന്ന് രക്ഷപ്പെടാൻ ചെയ്യേണ്ട കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. അന്ന് രാത്രി ആരും വീടിന് പുറത്തിറങ്ങരുത്. അങ്ങനെ ആ രാത്രി വീട്ടിന് എന്ന് പറഞ്ഞാൽ വാതിക്കൽ സംഹാരദൂതനുണ്ട്. അതിന് രക്ഷപ്പെടാൻ വീടിന് വെളിയിൽ ഇറങ്ങരുത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ വീട് സഭയാകുന്ന വീടാ. ഇത് വിട്ടേച്ച് വെളിയിൽ പോകരുത്. ദൈവസഭയ്ക്ക് പുറത്ത് നീ പോകരുത്. ടൂത്തിന്റെ പുസ്തകമൊക്കെ എടുത്ത് വ്യാഖ്യാനിക്കുന്നുണ്ട്. മകളെ, ആമേൻ, സ്വത്ത് ഇവിടെ പെറുക്കിക്കോ, ഇവിടെ ആവശ്യം പോലെ ഉണ്ട് കേട്ടോ, ഇവിടെ ഉണ്ട്. ഭാഗ്യവശാൽ ആ രൂത്ത് ബോവസിന്റെ വയലിൽ ചെന്നത്. ഈ വീട് വിട്ട്, ഈ വയൽ വിട്ട് വേറെങ്ങും പോകരുതെന്ന്. ഭർത്താക്കന്മാര് എല്ലാവരും മരിച്ചു. അമ്മയുടെ ഭർത്താവും മരിച്ചു, മരുമക്കളുടെ ഭർത്താക്കന്മാർ, അമ്മയുടെ ആമ്പിള്ളേരും മരിച്ചു. അമ്മയും 2 മരുമക്കളും പിള്ളേരോട് പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ പോകാൻ. ഓർപ്പ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് അമ്മയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തു. കണ്ടാൽ തോന്നും അമ്മയോട് പോകാനുള്ള പോക്കിന് കൊടുത്തു ഉമ്മയാ. രൂത്ത് ഉമ്മ വെക്കാനൊന്നും ഇല്ലെങ്കിൽ രൂത്ത് അമ്മയോട് പറഞ്ഞു, പിന്നെ നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ജനം എൻ്റെ ജനം, നീ പോകുന്നിടത്ത് ഞാനും വരും. പിന്നെ എൻ്റെ ഭാഷയാ, തള്ള ഇടയ്ക്കിടയ്ക്ക് പോകുന്നതെന്ന് ചോദിക്കരുത്, മരണത്താലല്ലാതെ. യഹോവ ഭക്തന് ദൃഢധൈര്യം ഉണ്ട്, അവൻ്റെ മക്കൾക്കും ശരണം ഉണ്ടാകുമെന്ന. അങ്ങനെ 2 പേരും കൂടെ നടന്ന് ബേത്ലഹേമിലെത്തി. ആരാ? രൂത്തും നവോമി. ബേത്ലഹേമിലെത്തിയപ്പോൾ എൻ്റെ ഭാഷയാ, അന്ന് ബേത്ലഹേമിൽ ലേഡീസ് മീറ്റിംഗ് നടക്കുക, സഹോദരി സമാജം.
തെളിയിക്കാം. ഒരു വാക്യം വായിച്ച് 1:19 രൂത്ത് 1:19 വചനത്തിൽ നാം എൻ്റെ കൊങ്ങായിക്ക് പിടിക്കുകയല്ല. അങ്ങനെ അവർ രണ്ടുപേരും അതാ നവോമിയും രൂത്തും, അതാ രണ്ടുപേരും ബെത്ലഹേം വരെ നടന്നു. അടുത്തത് ബെത്ലഹേമിൽ അവർ എത്തിയപ്പോൾ പട്ടണം മുഴുവനും അവരുടെ നിമിത്തം ഇളകി. അടുത്ത വാക്യം, ഇവൾ നവോമിയോ എന്ന് സ്ത്രീജനം പറഞ്ഞു. സ്ത്രീജനം, അതാ ഞാൻ പറഞ്ഞ ലേഡീസ് മീറ്റിംഗ് ആയിരുന്നെന്ന്. രണ്ടുപേരും കൂടെ ബേത്ലഹേമിൽ വന്നപ്പോൾ അന്ന് സോദരി സമാജം, പട്ടണം ഇളകി. ഇവൾ നവോമിയോ എന്ന് സ്ത്രീജനം പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു, നവോമി എന്നൊന്നും വിളിക്കണ്ട, എന്നെ മാറാ. ഭാഗം ഒന്നും ഞാൻ വിവരിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ, എന്തിനേറെ രൂത്ത് പെറുക്കാൻ പോയി. ഭാഗ്യവശാൽ ബോവസിന്റെ വയലിൽ ബോവസ് അവളെ കണ്ടു, ഇഷ്ടപ്പെട്ടു, തിരിച്ചറിഞ്ഞു. കറ്റയുടെ ഇടയിൽ നിന്ന് കതിര് വലിച്ചിട്ട് കൊടുത്തു, കോരി വെച്ച വെള്ളം കൊടുത്തു, ചാറ്റിൽ മുക്കാൻ പറഞ്ഞു. പിന്നെ രാത്രിയിൽ കളത്തിച്ചെന്നു, അവൻ്റെ കാൽ കീഴ് പോയി കിടന്നു. അവൾ തിരിച്ചറിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ രൂത്തിനെ ബോവസ് വിവാഹം കഴിച്ചു. സ്തോത്രം. ഈ വയല് വിട്ടു പോകരുത്. ഭാഗ്യവശാല പാടാന് വൈകുന്ന ഒരു വരി പാടാം. എന്നാ, സ്വന്തം ദേശം വിട്ട് തൻ്റെ അമ്മയോടുകൂടെ ചേർന്ന രൂത്തു ഭാഗ്യം വെച്ചാൽ ബോവസിൻ കാലായിൽ. സ്വന്തം ദേശം വിട്ട് തൻ്റെ അമ്മയോടുകൂടെ ചേർന്ന രൂത്തു ഭാഗ്യം വെച്ചാൽ ബോവസിൻ കാലായിൽ. വന്നിടുമോ സ്നേഹിതരെ നിങ്ങളിൽ മാറിൽ കന്ന് മുട്ടിടുന്നു നാഥൻ. എൻ മകനെ വാതിൽ നീ തുറന്നിടുമോ ഇന്ന്. നാഥനു വന്നിടുവിൻ മാനവരെ ബോവസിൻ കാലായി. തൻ വയലിൽ വേല ചെയ്യും തഞ്ചനത്തിൻ കൂടെ. ദേശം വിട്ട് തന്റെ അമ്മയോടുകൂടെ ചേർന്ന രൂത്തു ഭാഗ്യം വെച്ച ബോവസിൻ കാലായിൽ. ഇന്ന് രാത്രി ഈ വയല് വിട്ടങ്ങ് പോകരുത്. ശ്രദ്ധിക്കുക. ഒന്ന്, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു. നീ അതിനെ ജയിക്കണം. എങ്ങനെ ജയിക്കാം? ജയം തരുന്ന യേശുക്രിസ്തുവിന്റെ രക്തത്താൽ. 2, സംഹാരദൂതൻ വാതിൽക്കൽ നിൽപ്പുണ്ട്. എങ്ങനെ രക്ഷപ്പെടാന്നറിയോ? ഈ വീടിന് വെളിയിലിറങ്ങരുത്. ഇത് ദൈവസഭയാകുന്ന വീടാ. ഇതിനകത്ത് എനിക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. വേറെ എങ്ങും പോകണ്ട. കോഴിക്കോട്ടും പോകണ്ട, പുത്തരിക്കണ്ടം മൈതാനത്തും പോകണ്ട, കോട്ടയത്തും പോകണ്ട, കോടിമതയിലും പോകണ്ട, പുനലൂരും പോകണ്ട, കൊട്ടാരക്കരയിലും പോകണ്ട. എല്ലാം ഇതിനകത്ത് എന്നൊക്കെയുണ്ട്. 14-26 വായിര് ഈ വീട്ടിൽ എന്തൊക്കെയുണ്ടെന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായത്തിന്റെ 26. ഇവിടെ എന്തൊക്കെയുണ്ട്? ഈ വീട്ടിൽ നിന്തിനാ വെറുതെ വെളിയിൽ പോകുന്നേ? ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ, നിങ്ങൾ ഈ വീട്ടിൽ വരുമ്പോഴേ, ദൈവസഭ ഒരു ഭവനമാ, വീടാ. കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്. ഇവിടെ ഉണ്ടെന്ന്. പിന്നെ എന്തിനാ ഇതിന് വെളിയിൽ പോകുന്നേ? പിന്നെ ഉപദേശമുണ്ട്. അതുകൊണ്ട് ഇവിടെ വെളിപ്പാടുണ്ട്. വെളിവുകേടില്ലെന്നേ ഉള്ളൂ. വെളിപ്പാടുണ്ട്. പിന്നെ ഭാഷയുണ്ട് ഇല്ലെന്ന് ചിലര് പറയുന്നു. ഇവിടെ ഉണ്ട്. പിന്നെ വ്യാഖ്യാനമുണ്ട്. അതുകൊണ്ട് പിന്നെ സകലവും ആത്മീക വർധന. അപ്പൊ ഈ വീട് വിട്ടെങ്ങും പോകരുത്. ഇവിടെ സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്. പിന്നെന്തിനാ വേറൊരു വീട്ടിൽ പോകുന്ന? എല്ലാം ഇവിടെ ഉണ്ട്. ഈ വീട് വിട്ട് വെളിയിലിറങ്ങരുത്. വീടിന് പുറത്തിറങ്ങിയാൽ സംഹാരകൻ നിന്നെ തൊടും. വാതുക്കൽ സംഹാരദൂതൻ നിപ്പുണ്ട്. ദൈവത്തിന് മഹത്വം. എല്ലാ വാക്യങ്ങളും എടുപ്പിക്കുന്നില്ല എങ്കിൽ ഇത്രയും സമയം നിങ്ങൾ സഹകരിച്ചതിന് ഒത്തിരി നന്ദി. ഇനി അങ്ങ് പറഞ്ഞു വിട്ടേക്കാം. സമയം പോയത് കൊണ്ടാണ്. വാച്ച് പിടിച്ചോ, അല്ലെ വാച്ചിരിക്കുമ്പോൾ പിന്നെ ഞാൻ വല്ലതും പറയും. ബൈബിളും പിടിച്ചോ, അല്ലെ പിന്നെ പറയും അതവിടെ ഇരിക്കുന്നവിടെ പുള്ളി ഇളക്കം കയറിയെന്ന് പറയും. അതുകൊണ്ട് നിർത്തുക. വാതുക്കൽ നിന്ന് മുട്ടുന്ന ഒന്ന്, വാതുക്കൽ പാപം.
എങ്ങനെ ജയിക്കാം? യേശുവിന്റെ രക്തത്താൽ. 2, വാതിക്കൽ സംഹാരദൂതൻ നിൽക്കുന്നു. എങ്ങനെ രക്ഷപ്പെടാം? വീടിന് പുറത്തിറങ്ങരുത്. ചോരത്തല ആചരിച്ച വീടാ, ഇതിനകത്ത് നിന്നോണം. 3, വാതിക്കൽ യാക്കോബിന്റെ ലേഖനമാ. അയ്യോ, വാതിക്കൽ ന്യായാധിപതി നിൽക്കുന്നു. 5:9 തോന്നുന്നു. ഒന്ന് വായിച്ചേ മോനെ. 5:9 ആണോ? അതെ. സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിപ്പാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത്. ഇതാ ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. എന്നെ നിങ്ങളെ ന്യായം വിധിക്കുവാൻ ഒരുവൻ വാതിൽക്കൽ നിൽക്കുക. സൂക്ഷിച്ചോണം. സംസാരം, പ്രവൃത്തി, ഇടപാട്, കൊടുക്കുവാങ്ങൽ, ചെയ്വന, രീതി, നടപടി, ഇതെല്ലാം ശ്രദ്ധിക്കണം. ന്യായവിധിയുണ്ട്. ന്യായവിധി. ഈ ന്യായവിധി ആർക്കാ? ദൈവമക്കൾക്കാ. നമുക്കാ ന്യായവിധി. മറ്റവർക്കോ? അവർക്ക് ശിക്ഷാവിധിയാ. നമുക്ക് ശിക്ഷാവിധിയില്ല. പക്ഷെ ഞാനൊരിക്കൽ പ്രസംഗിച്ചവൻ പറഞ്ഞു, കർത്താവ് കാഹളം ധ്വനിക്കും, വിശുദ്ധന്മാർ ഇവിടുന്ന് എടുക്കപ്പെട്ട ഉടനെ സ്വർഗത്തിൽ ചെല്ലും. അപ്പോൾ സ്വർഗത്തിൽ ചെന്നാൽ ഉടനെ എന്നാന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞ് കല്യാണമാണ്. ഞാൻ പറഞ്ഞു എന്നെ കഴിപ്പിക്കയച്ചിട്ട് സമാധാനപ്പെടാൻ പറഞ്ഞു. ചെന്നാൽ ഉടനെ കല്യാണം. അവൻ 2 കെട്ടിയതാ. എന്നിട്ട് പിന്നെ ചെന്നാൽ ഉടനെ കല്യാണമല്ല. അപ്പം വേറെ തള്ള പറഞ്ഞു ചെന്നാൽ ഉടനെ ആരാധിക്കാം. ഞാൻ പറഞ്ഞു നല്ല എന്തും വീണ്ടും സമയമുണ്ട്, തള്ളയിരുന്ന് ഉറങ്ങുക. എന്നിട്ട് ഇനി അവിടെ ചെന്നിട്ട് വേണമെന്ന്. ചെന്നാൽ ഉടനെ ആരാധനയൊന്നുമല്ല. അപ്പോൾ ഒരാൾ ചോദിച്ചു പിന്നെ എന്നാന്ന്. ഞാൻ പറഞ്ഞു ചെന്നാൽ ഉടനെ ന്യായവിധിയാ. അപ്പോൾ അവൻ ചോദിക്കുക പിന്നെയും പ്രശ്നമാണോ എന്ന്. ഞാൻ പറഞ്ഞു പ്രശ്നമല്ല, ന്യായവിധി. പേടിക്കുമൊന്നും വേണ്ട, ന്യായമായ വിധിയാ. ന്യായവിധി നമുക്കേ ഉള്ളൂ. അവനവന് ശരീരത്തിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ മുൻപിൽ നിന്നു ന്യായം പറഞ്ഞിടുവാൻ. ക്രിസ്തന്റെ മുൻപിൽ നിന്നു ന്യായം പറഞ്ഞിടുവാൻ ബിഷോപ്പന്മാരും മെത്രാന്മാരച്ഛന്മാരും നാസ്തികരും എല്ലാ ആസ്തികരും ന്യായം വിധിച്ചു തള്ളു ദൈവം. ദുഷ്ടനെ വിധി ചൊല്ലി പുറം തള്ളും. തേജസ്സിൻ സിംഹാസനം ന്യായമായി വിധി ചൊല്ലി പോകുവിൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ന്യായം വിധിച്ചു തള്ളും ദൈവം. യവനായ കൂട്ടങ്ങളും കത്തോലിക്കരുമെല്ലാം, യവനായ കൂട്ടങ്ങളും കത്തോലിക്കരുമെല്ലാം, യാക്കോബ്യർ മർത്തോമ്യരും പ്രൊട്ടസ്റ്റു സംഘങ്ങളും തേജസ്സിൽ സിംഹാസനെ നിന്നിടും നേരം. യാക്കോബ്യർ മർത്തോമ്യരും പ്രൊട്ടസ്റ്റ് സംഘങ്ങളും തേജസ്സിൽ സിംഹാസനെ നിന്നിടും നേരം. ന്യായം വിധിച്ചു തള്ളും ദൈവം. അപ്പൊ ശ്രദ്ധിക്കുക, അവിടെ ചെന്ന ഉടനെ ന്യായവിധിയാ. ന്യായമായ വിധി എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ വെച്ച് ചെയ്തതെല്ലാം വെളിപ്പെടുത്തും. അപ്പൊ ഞാനത് പറഞ്ഞപ്പം ബാവക്കുട്ടി ചോദിച്ചു എല്ലാം വെളിപ്പെടുവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എല്ലാം വെളിപ്പെടും. എല്ലാം ഉടനെ ചോദിക്കുക ഞങ്ങളുടെ റോസമ്മ കാണുമോന്ന്. എൻ്റെ ഭാര്യ റോസമ്മ. ഞാൻ പറഞ്ഞ് എനിക്ക് മനസ്സിലായി പരുവക്കാണ്. ഞാൻ പറഞ്ഞ് ബാവക്കുട്ടി റോസമ്മയെ കാണിക്കത്തില്ല, സ്തോത്രം, എനിക്കതറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. റോസമ്മ കാണുന്ന അവന് വിഷയം. അപ്പോൾ റോസമ്മ അറിയാതെ ഏതാണ്ട് കൊണ്ടാൻ വേണ്ടിയല്ല, അതാ റോസമ്മ പിന്നെയും കാണുമെന്നുള്ളതാണ്. ദൈവം നീതിയുള്ള ന്യായാധിപതിയല്ലേ. അപ്പൊ ന്യായവിധി ന്യായമായ വിധിയാ. എൻ്റെ പ്രിയരെ, തീയതാണെങ്കിലും നല്ലതാണെങ്കിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ ഒരു ന്യായാധിപതിയുണ്ട്. എന്നെ നിങ്ങൾ ന്യായം വിധിക്കും, വാക്കുകളിൽ ന്യായം വിധിക്കും. നിസാര, മൂഢ, ഇതിനൊക്കെ ന്യായവിധിയാ. സ്തോത്രം, സ്തോത്രം. മറ്റുള്ളവനെ പകച്ചാൽ, പഴിച്ചാൽ, ആക്ഷേപിച്ചാൽ, അവനെ നിന്ദിച്ചാൽ, അവനെ വിടക്കെന്നെണ്ണിയാൽ, ഇതിനെല്ലാം ന്യായവിധിയാ. എല്ലാത്തിനും. അതുകൊണ്ട് ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, വാതിക്കൽ ന്യായാധിപതി നിൽക്കുക.
ഇന്ന് രാത്രി സൂക്ഷിച്ച് വേണം ഈ ഭൂമിയിൽ ജീവിക്കാൻ. സംസാരം സൂക്ഷിക്കണം, പ്രവൃത്തി സൂക്ഷിക്കണം, ഇടപാട് സൂക്ഷിക്കണം, കൊടുക്കുവാങ്ങൽ സൂക്ഷിക്കണം, സഹകരണം എല്ലാം സൂക്ഷിക്കണം. വാതിൽക്കൽ ന്യായാധിപതി. ഒരു കാര്യമോട് പറഞ്ഞങ്ങ് നിർത്തുക, അതോടെ പറഞ്ഞ് നിർത്തിയേക്കാം. 5:2 വായിച്ചോ. ഉത്തമഗീതം 5:2. വാതിൽക്കൽ എന്തോ ഉണ്ടെന്നുള്ളതാ. ഉത്തമഗീതം 5:2. ഞാൻ ഉറങ്ങുന്നു എങ്കിലും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. വാതിൽക്കൽ മുട്ടുന്ന എന്റെ പ്രിയന്റെ സ്വരം. അതാ വാതിൽക്കൽ മുട്ടുന്ന എന്റെ പ്രിയന്റെ സ്വരം. അർത്ഥം എത്രയേ ഉള്ളൂ? യേശു വീണ്ടും വരാറായി. തന്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വാതിൽക്കൽ മുട്ടുന്ന പ്രിയന്റെ സ്വരം. ഇന്ന് രാത്രി തിരുസഭയെ ചേർക്കാൻ അധികം താമസിക്കാതെ അവിടെ നിന്ന് വീണ്ടും വരാൻ പോകുക. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക്. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് വെച്ച് അവിടുന്ന് ദീർഘക്ഷമ കാണിക്കുക. 4:13 മുതൽ തെസ്സലോനിക്ക ലേഖനം നമുക്ക് മനപ്പാഠമാ. വിശേഷിച്ച് 16 മുതൽ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. യൂദകളുടെ ലേഖനം 14:15 വായിക്കുക. ആദാം മുതൽ 7-മനായ ഹാനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അപക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തവും ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തവും ഭക്തികെട്ട പാപികളെയൊക്കെ ബോധം വരുത്തുവാൻ 1000 വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുക. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുന്നുമില്ല. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധരുടെ രക്ഷയ്ക്ക് അവിടെ നിന്ന് വീണ്ടും പ്രത്യക്ഷപ്പെടാൻ പോകുക. ഇന്ന് രാത്രി വാതിൽക്കൽ നിന്ന് മുട്ടുന്ന പ്രിയന്റെ സ്വരം. ആരാണ് ഇവിടുത്തെ വരവിൽ പോകുന്നത്? ഒറ്റവാക്കി പറഞ്ഞു നിർത്താം. മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടവർ പോരാ, വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടവർ തീർന്നില്ല, അഭിഷേകം പ്രാപിച്ചവർ പോരാ, തിരുമേശ എടുക്കുന്നവർ, വേർപാട് ആചരിക്കുന്നവര്, അപ്പോസ്തലിക ഉപദേശത്തിൽ നിൽക്കുന്നവർ, കൂട്ടായ്മ ആചരിക്കുന്നവർ, പ്രാർത്ഥന കഴിക്കുന്നവർ, ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിച്ച് ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് അവിടുത്തെ വരവനായി നോക്കി പാർക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. വാതിൽക്കൽ നിന്ന് മുട്ടുന്ന പ്രിയന്റെ സ്വരം. ഇന്ന് രാത്രി വാതിൽക്കൽ 1 പാപം കിടക്കുന്നു. എങ്ങനെ ജയിക്കാം? യേശുവിന്റെ രക്തത്താൽ. 2 വാതിൽക്കൽ സംഹാരദൂതൻ. എങ്ങനെ വിടുതൽ പ്രാപിക്കാം? ഈ വീടിന് വെളിയിൽ ഇറങ്ങരുത്. 3 വാതിൽക്കൽ ന്യായാധിപതി നിൽക്കുന്നു. വാക്കും പ്രവൃത്തിയും സംസാരവും നോട്ടവും നിരൂപണവും എല്ലാം സൂക്ഷിച്ചോണം ഒരു ന്യായപതിയുണ്ട്. 4 വാതിൽക്കൽ പ്രിയന്റെ ശബ്ദം കേൾക്കാൻ പോകുകയാ. ഇന്ന് രാത്രി കർത്താവിന്റെ വരവിൽ ആരും കൈവിടപ്പെട്ടു പോകരുത്, ആരും നശിച്ചു പോകരുത്, ആരും പട്ടുപോകരുത്. അവിടുത്തെ വരവിൽ എടുക്കപ്പെടുവാൻ ഇന്ന് രാത്രി നമുക്കൊന്ന് സമർപ്പണത്തോടെ മടങ്ങിപ്പോകുക. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എൻ്റെ യേശുവേ എന്നെ രക്ഷിക്കണം, എൻ്റെ യേശുവേ എൻ്റെ ഉള്ളത്തിൽ വരണം, എൻ്റെ യേശുവേ അവിടുത്തെ പൈതലാക്കി മകനാക്കി മകളാക്കി തീർക്കണം. അവിടുത്തെ വരവ് ഞാൻ കൈവിടപ്പെട്ടു പോകരുത്. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. കണ്ണടയുന്നതിന് മുമ്പ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം. മരണം നിന്നെ പിടികൂടുന്നതിന് മുമ്പ് ആമേ ക്രിസ്തുവിന്റെ രക്ഷിതാവായിട്ട് ഏറ്റെടുക്കണം. ഇനി അധികം താമസമില്ലാതെ യേശു വരും. കാലം അധികമില്ല. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. എല്ലാവരും ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ അവിടുത്തെ തൃക്കരങ്ങളിൽ എന്നെ സമർപ്പിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കാം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്ക് കിടുമേ. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്ക് കിടും. ഓ നിൻ പേരും ജീവ പുസ്തകത്തിൽ ഓ ഉന്നയിന്ന് എഴുതിയിടുവേ. വരുവീ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീ കൈയടിച്ച് ചേർന്ന് സമയം
കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം.